മമ്മുക നാട്ടിൽ പോകാൻ നിശ്ചയിച്ചു. വെള്ളിയാഴ്ച. പടച്ചോനെ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. വലിയ ഷാപ്പിംഗ് ഒക്കെ കാണുമല്ല. ഞമ്മൾ കൂടെ വരണോ? എന്ത് ഷോപ്പിംഗ് മമ്മുക? നടന്നോളി, നമ്മൾ രാത്രി വരണുണ്ട്. ശരി. കുട്ടേട്ടൻ ലഗേജിന്റെ കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്യും. പോയി വരുമ്പോ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ഏറെ നന്നായി. ഇവിടെ ഞമ്മക്ക് വീടെന്ന് പറയാൻ ഒരു സ്ഥലവും കൂടി ആയല്ലോ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമാണോ നമുക്ക്? വേണമെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും. ഈ ലോകത്തില് കല്യാണം പോലെ എളുപ്പമുള്ള വേറെ വല്ല കാര്യമുണ്ടാ? അത് അത്രേ അപകടമാണെന്നും വെച്ചോളി. ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ പുരയിൽ വരും. ഒഴിവുണ്ടെങ്കിലോ? ഇത് നല്ല കാര്യമായി മമ്മുക്ക. ഒരു വിരുന്ന് ഞാൻ അങ്ങനെ ഒഴിവാക്കി. ആശുപത്രിയിലായതും കാറ് മുട്ടിയതും ഒന്നും പറയല്ലേ. പിന്നെ അവിടെ നിലയും വിളിയും തുടങ്ങും. അടുത്ത് തന്നെ വരണുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തെന്ന് വെച്ചാൽ ഒരു കൊല്ലം കൂടി കഴിയട്ടെ. കുറച്ച് കാര്യം കൂടി ശരിയാക്കാനുണ്ട്. പോയാ പിന്നെ മടക്കമില്ല. 18 കൊല്ലമായി ഈ കൊടും ചൂടിൽ നയിപ്പ് തുടങ്ങിയിട്ട്. മതിയാക്കാറായി. നിങ്ങൾ പോയിട്ട് വരും. ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക്സ്. രാജ, ഇതാണ് ആള്. 4 സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല. ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല. ഒരു സുഖമായിരിക്കണമെന്ന് കേട്ടാ മതി. സുഖാണുമ്മ. പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു. എന്റെ മോനെ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരം ഉണ്ടാ? വരണേന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? അടുത്ത് വരും. അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും?
ഉമ്മണി വലിയ കച്ചവടാണ്. തരക്കേടില്ല. ഇത്തിരി കൂടെ പറമ്പ്, 10 കണ്ടത്തിന്റെ കൃഷി. ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ്. എല്ലാം മമ്മൂക്കയുടെ മനസ്സിലുണ്ട്. എന്റെ മോനെ പോലെ വിചാരിച്ച് ചോദിക്ക, എന്താ ആൾക്ക് നാട്ടിൽ വരെത്ര മടി? അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല, ആളൊരു പാവ. അതുകൊണ്ട് ചോദിക്ക. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത്. അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ. കാപ്പി കുടിക്കും.